ഗൈസ്, നമ്മളിപ്പം അതിരപ്പള്ളി പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്നലെ പരിചയപ്പെട്ടില്ലേ അവൻ്റെ സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന ചെക്കന്മാര്, അവന്മാരെയും കൊണ്ട് അതിരപ്പള്ളി പോവാണ്. ഒരുത്തൻ പനിയായിട്ട് റൂമിൽ കിടക്കുക, രണ്ടവന്മാരേ ഉള്ളൂ. രാവിലെ ഇറങ്ങി നമ്മളിപ്പോൾ ഏകദേശം എത്താറായി, ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. ഭയങ്കര ക്ലൈമറ്റാണ്, നല്ല മഴയൊക്കെ ഉണ്ട്, കോടയൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റാണ്. ഇവിടെ ഒരു വ്യൂ, പാലം വന്നപ്പോൾ ഇവന്മാരെ പാലത്തിൽ നിന്ന് ഉള്ള വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങി താണ്ട നിൽക്കുന്നത്, അവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. കോട കണ്ടോ, നല്ല ക്ലൈമറ്റാ. ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിന്നെ കണ്ടോ, എങ്ങനെയുണ്ട്? ഹൗസ് ഇറ്റ്? കോട കണ്ടോ? ഗൈസ്, അതിരപ്പള്ളിയിൽ നല്ല അടിപൊളി മഴയാണ്, അടിപൊളി ക്ലൈമറ്റുമാണ്. കോട കണ്ടോ, കോട. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട്, കാണിച്ചു തരാം. കുത്തി ഒലിക്കുക, അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഇത്. ഇത് എവിടെ പോകാമെന്ന് തോന്നുന്നു. അവന്മാർക്ക് ആ വ്യൂ പോയിന്റ് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയെന്നാണ് പറയുന്നത്. ഇവന്മാരുണ്ടല്ലോ, ഇവന്മാർ പഠിച്ചുകൊണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യുക, 6 മാസം ജോലി ചെയ്ത് പൈസ കൂട്ടി വെച്ചിട്ട് ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ യഥാർത്ഥ യാത്രയെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ വാട്ടർഫാൾസിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലേ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് 250 രൂപ ചാർജ് ഇവിടെ. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന ഇന്ത്യയുടെ പുറത്തുള്ളവർക്കാണെങ്കിൽ ഒരാൾക്ക് 250 രൂപ ചാർജ്. നോർമലി 60 ഉള്ളൂ, പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് എൻട്രി കയറണമെങ്കിൽ 250 രൂപ ഒരാൾക്ക്. അങ്ങനെ വീണ്ടും ടിക്കറ്റ് എടുത്ത് നടക്കും അങ്ങോട്ട്. ഇവന്മാരെന്താണെന്ന് അറിയത്തില്ല, ഒന്നിച്ചേ നടക്കും. ജോയി പോയ പിള്ളേരുടെ ഇരുന്ന് ലിംക തട്ടിപ്പറിച്ചുകൊണ്ട് കുരങ്ങൻ കുടിക്കുന്നുണ്ടോ? Wait, he's still there, what? Might have been. Oh, this guy's got a good camera. ഇതിന്റെ ടോപ്പിലെ വ്യൂ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങും. ഇനി ഇതിന്റെ താഴെ ചെല്ലാം. ഇനി താഴെ നല്ല രസമാണ്. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. എന്ത് രസമാണെന്ന് നോക്കി. ശിവകുമാർ ആരാധകനാണ്. അങ്ങനെ ഒരുവിധം അവിടുന്ന് നടന്ന് കയറി മുകളിൽ വന്നു. ഇനി ഇവിടുന്ന് വാഴച്ചാൽ വരെ പോകണം. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇമാതിരി ബിരിയാണി തിന്നാൻ പോവാം. ഇതിന് മുമ്പ് ഗോവയെന്നെങ്ങാണ്ട് ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് ബിരിയാണി കഴിക്കാൻ പോവാണ്. ബിരിയാണി അമേസിങ്. ഇതൊന്ന് കാണുമ്പോൾ നമുക്ക് ഈ സ്പൂണൊന്നും വെച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, പോരാ.
അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇനി വാഴച്ചാലിലോട്ട് പോവാം. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലോട്ട് മഴയും കൊണ്ട്. അങ്ങനെ വാഴച്ചാൽ വാട്ടർഫാൾസിലെത്തി ഗായ്സ്. ഒരു അടിപൊളി കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വാഴച്ചാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഗൈസ് നല്ല അടിപൊളി മഴയാണ് ഇവിടെ. ആഹാ, ഈ ഒരു മഴയത്ത് ഇതൊക്കെ കാണാൻ എന്താ രസം. ഗൈസ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ റൂം താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. റൂം എടുത്താൽ അതിനെപ്പറ്റി അറിയത്തില്ല, ചോദിക്കണം. അടിപൊളി വ്യൂ അവിടെ ഇന്ന് ഇങ്ങോട്ടൊക്കെ. ഇവന്മാര് മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അവർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കണ്ടോ, മഴ നനഞ്ഞുകൊണ്ട് പോവാ. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഈ ഒരു ചെറിയ ചാറ്റൽ മഴയത്തെ അവിടെ ഇരുന്ന് ആ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല യാത്രകൾ ചെയ്യണം. എപ്പോഴും നമുക്ക് ഓർക്കാനായിട്ട് അതൊക്കെ കാണും. അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ചിലപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിലോട്ട് പോകും. മഴയും കൊണ്ട് നല്ല മഴയുണ്ട്. അങ്ങനെ ഇവിടുന്ന് നേരെ ഇനി നമ്മൾ കൊച്ചി വണ്ടർലയിലേക്കാണ് പോകുന്നത്. അവന്മാരെ കൊണ്ടുവന്ന് അങ്ങനെ വണ്ടർല വിട്ട് അവന്മാരെന്നെ ആവുന്ന വിളിച്ച് ടിക്കറ്റ് അവന്മാരെടുത്തോളാം കയറുന്ന പറഞ്ഞ്. വെറുതെ ഇപ്പം തന്നെ സമയം 3 മണിയായി. 3 മണി തൊട്ട് ഇവിടെ 6:30 വരെ ഉള്ളൂ. അവന്മാരാ വന്ന് വണ്ടർല എന്നുള്ള എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അവന്മാർക്ക് പോയേ പറ്റും. നമ്മള് പിന്നെ 10,500 രൂപ വെറുതെ എന്തിനാ അവന്മാരെ നഷ്ടപ്പെടുത്തുന്നേ. അതുകൊണ്ട് അവന്മാര് കയറിയിട്ട് വരാൻ പറഞ്ഞു. അവന്മാരകത്തോട്ട് പോയി കയറാനൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് പുറത്തോട്ട് വന്നു. ഒന്ന് നോക്കട്ടെ, പുറത്തോട്ട് വന്ന് 1-2 ഓട്ടോ ഓടാൻ പറ്റുമോ നോക്കട്ടെ. അവന്മാരെന്തുവല്ല ഇറങ്ങുമ്പോൾ 6:30 ആവും. എന്നെ കുറേ വിളിച്ച് മറ്റേ ഇവന്മാര് വിചാരിച്ച് എനിക്ക് നമുക്ക് അറിയാവുന്നിടത്തോ അറിയാവുന്ന പോലൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പറഞ്ഞാ നിൽക്കുന്നത്. അപ്പോൾ ഇവന്മാര് കുറേ വിളിച്ചു. എന്നിട്ട് ഇവന്മാര് വിചാരിച്ച് എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇവന്മാര് വിളിച്ചാൽ ഞാൻ പറഞ്ഞാൽ വരുന്നില്ല. പിന്നെ ഇവന്മാര് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുന്ന എന്താ, പാർക്കിങ്ങിൽ കിടന്നാൽ ബുദ്ധിമുട്ടാകുമോ, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ, എന്തിനാ വെയിറ്റ് ചെയ്ത് കിടക്കുന്നേ, ഞങ്ങൾ ടിക്കറ്റ് എടുത്തോളാം, കയറി വാ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ പുറത്തുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർ വേറെ ലെവല. സത്യം പറഞ്ഞാൽ എന്നിട്ട് അവര് അങ്ങോട്ട് പോയി. അവർക്ക് ഈ 3 മണിയായി 1,500 രൂപ എടുത്ത് ആകെ 3.5 മണിക്കൂറത്തേക്ക് കയറി പോന്നെ. ആ വണ്ടർല എന്ന് പറയുന്ന അതെന്തുവാന്നറിയാനുള്ളൊരു ഇതാ. അവർക്ക് എന്തോലും പോയേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അതിരപ്പള്ളിയിൽ നിന്ന് ചാവട്ടി വിട്ടാ വന്നത്. എന്തായാലും കയറി പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് 2 ഓട്ടോ എടുത്തിട്ട് തിരിച്ചിവിടെ വരാം. അപ്പോഴത്തേക്ക് അവന്മാർ ഇറങ്ങും. ഗൈസ് അങ്ങനെ വണ്ടർലയിൽ നിന്ന് ഇറങ്ങി ഇനി ഇവരെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോവാ. CNG അറച്ചോണ്ടിരിക്കുക. ബൈ. Thanks so much. Thank you so much. See you Nice next to time. meet you. Yeah, next time. Look forward to it. Bye. See you. Thank you. ഞാൻ അവന്മാരെ എയർപോർട്ടിൽ കയറ്റി വിട്ടു. ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി. രാവിലെ ഇറങ്ങിയല്ലേ, മുഖമൊക്കെ ഒന്ന് കഴുകി തിരിച്ച് റൂമിലേക്ക് പോവാ. നല്ല ടയേർഡായി. അമ്മമാർ അടിപൊളിയാ കേട്ടോ. അമ്മമാരെനിക്ക് ടിപ്പൊക്കെ തന്നിട്ടാ പോയെ. അമ്മമാരിനി നേരെ ചെന്നൈക്ക് പോയി. നല്ലൊരു ദിവസമായിരുന്നു. നമ്മുടെ മലയാളികളുടെ കൂട്ടല്ല, ഭയങ്കര കാര്യവും ബഹുമാനമാണ് നമ്മളോട്. നമ്മളൊരു 5 മിനിറ്റ് വണ്ടി കൊണ്ട് വരാൻ ലേറ്റായാൽ പോലും നമ്മുടെ ഇങ്ങോട്ടാണ് സോറി പറയുന്നത്.
എന്നെ അവരുടെ നാട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വന്നാൽ മതി, എല്ലാം സെറ്റപ്പ് ചെയ്യാം, അങ്ങ് വന്നാൽ മതി, ഫുള്ള് കറങ്ങി കാണാമെന്നൊക്കെ പറഞ്ഞ് പോകണം. 1 ഡേ പോകും. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.